എന്തായിട്ടുണ്ടാവും? നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്? മലക്കൾക്കൊല്ല ഒയ്ബു അറിയോ അലൈഹി സ്വലാത്തു വസ്സലാം എന്തേ അവർ പറഞ്ഞത്? അപ്പോൾ 50 ലക്ഷം വർഷം മുമ്പുള്ള നിയാണ്ടർത്താൾ മനുഷ്യന്റെ ഫോസിലുകൾ കണ്ടെത്തിയാൽ അതൊരിക്കലും ഖുർആനിനെ എതിരല്ല, ഒരിക്കലും എതിരല്ല. ചിന്തിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് 50,000 കൊല്ലമാണ്. എന്ത് അത് ലൈവാക്കാൻ വല്ല വകുപ്പുണ്ട മുസ്ലിരെ എന്ന് ചോദിച്ചിട്ട് വകുപ്പില്ല, ആയത്താണ്. 50,000 കൊല്ലം. അവരവരുടെ തല ഇങ്ങനെ പൊക്കി പിടിച്ചു നിൽക്കും. ലാ യുകല്ലിമുഹും അഹദുൻ, ഒരാൾ പോലും അവരോട് മിണ്ടുകയില്ല. ഒരാളോടും മിണ്ടും. 50,000 കൊല്ലം ചിന്തിച്ചു നോക്കണത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പഠിച്ചോനെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ റബ്ബേ. പഠിച്ചോനെ അള്ളാഹുവേ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ റബ്ബേ. പഠിച്ചോനെ നോക്ക്. നഗ്നപാതരായി, നഗ്നകളും നഗ്നരുമായി, തുണിയില്ല, ഉടുപടല്ല, ഒന്നുമില്ല. ഒറ്റ നിർത്താൻ നിൽക്കും. എത്ര കൊല്ലം? 50,000 കൊല്ലം. തല പൊക്കി പിടിച്ചിട്ടാണ് അവർ നിൽക്കുക. 50,000. അള്ളാഹുവേ പഠിച്ചവനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ റബ്ബേ. ഒന്നുറക്കാമീൻ പറയും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ റബ്ബേ. ലാ യുകല്ലിമുഹും അഹദുൻ, ഒരാളും മിണ്ടില്ല. അതുകൊണ്ടാണ് ഫൈദാ ജാഅതിസ് സ്വാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി. ആ നാളിൽ ഏതൊരാളും അവന്റെ സഹോദരനെ കണ്ടാൽ ഓടി രക്ഷപ്പെടും. ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ അങ്ങനെയല്ലേ? അങ്ങനെ ഫൈദാ ജാഅതിസ് സ്വാഖ യൗമ യഫിറു. എന്താ യഫിർ എന്നർത്ഥം? ഫറ, ഓടി. യഫിറു യൗമ യഫിറുൽ മർഉ, ഏതൊരാളും ഓടിപ്പോകും. മിൻ അഖീഹി, ജേട്ടനെയോ അനുജനെയോ കാണുമ്പോൾ. ഉമ്മിഹി, ഉമ്മാനെ കാണുമ്പോൾ. ഉമ്മാനെ കണ്ടാൽ അന്നേരം ഉമ്മാനെ പിടിക്കൂല, ഓടും. അബീഹി, ഉപ്പയെ കാണുമ്പോൾ. വസ്വാഹിബതിഹി, അവന്റെ കൂടെ വർഷങ്ങളോളം കടന്ന ഇണയെ കാണും. മക്കളെ കാണുമ്പോൾ പോലും. എന്തേ മക്കളെ അവസാനാക്കാൻ കാരണം? ഒരാൾക്ക് ഏറ്റവും സ്നേഹം മക്കളോടായിരിക്കും, ഏറ്റവും സ്നേഹം കുറവ് സഹോദരനോടായിരിക്കും. കുടുംബത്തിൽ മനസ്സിലാവുന്നില്ലല്ലോ പറഞ്ഞത്. ഇതിൽ ആദ്യം പറഞ്ഞത് ആരെയാ? സഹോദരനെയാ. അവസാനം പറഞ്ഞ ആരെയാ? മക്കളെയാ. ജേട്ടനെ കാണുമ്പോൾ ഓടും. ജേട്ടനോട് സ്വാഭാവികമായിട്ട് ഇവിടെ ഓടാം. മനസ്സിലായില്ല? അല്ലല്ല, ജേട്ടനെ കാണുമ്പോൾ ഇവിടെ ഓടിക്കൂടെ? അനുജനെ കാണുമ്പോൾ ഓടാലോ, കാരണം ആ ജ്യേഷ്ഠനെ തോപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അനുജനെ തോപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ കാണുമ്പോൾ എന്ത് ചെയ്യാം? ഓടാം. ഉമ്മാനെ കാണുമ്പോൾ ഓടാം. അമ്മയും ഭാര്യയും തമ്മിൽ തെറ്റിലാണ്, അപ്പം ഉമ്മാനെ കാണുമ്പോൾ ഇപ്പോൾ ഓടാം. പാപ്പാനെ കാണുമ്പോൾ ഓടാം. സാഹിബത്തിനെ കൊണ്ടും ഓടാം. സാഹിബത്തിനെ കാണുമ്പോഴും ഓടാം, തലയെ കുടുങ്ങിയതാണെന്ന് തോന്നിയാൽ. പക്ഷേ ബന് എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റാ. ഒരാൾക്ക് ഏറ്റവും സ്നേഹം ആരോടായിരിക്കും? മനുഷ്യനെ പോലത്തെ മനുഷ്യന്മാരെ പറ്റിയാണ് വർത്താനാണ് പറയുന്നത് കേട്ടോ. മനുഷ്യനെ പോലത്തെ മനുഷ്യന്മാർക്ക് ഏറ്റവും സ്നേഹം ആരോടായിരിക്കും? കാരണം മായിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്, വെള്ളമാണ് മനുഷ്യനുണ്ടാക്കിയത്. ഒരു ബുദ്ധി പറഞ്ഞുതരാം. മാഇൻ്റെ സ്വഭാവം മുകളിലേക്ക് കെട്ടി നിർത്തിയാലേ കയറുള്ളൂ, താഴോട്ട് ഒഴുകി അങ്ങനെ പോകും. മനസ്സിലാവുന്നുണ്ടോ? ഫല്യൻളുരിൽ ഇൻസാനു മിമ്മാ ഖുലിഖ മിമ്മാ ഇൻദാഫിഖ് യഖ്റുജു മിൻ ബൈനിസ് സുൽബി വത്തറായിബ്. വെള്ളത്തിൽ നിന്നുണ്ടായ അവൻ്റെയും വെള്ളമാണ്. വെള്ളത്തിൻ്റെ സ്വഭാവം താഴോട്ട് ഒഴുകിപ്പോയാൽ മുകളിലേക്കാണ് കയറി കിട്ടണേ. കുറച്ച് പണിയുണ്ട്, കഷ്ടപ്പെട്ടിട്ട് മേലെ കയറുള്ളൂ. മേലുള്ളവരൊക്കെ സ്നേഹിക്കണമെങ്കിൽ കഷ്ടമുണ്ട്. നേരെ മറിച്ച് താഴെയുള്ളവർക്ക് ഇങ്ങനെ ഒഴിയണം. അവരെ കാണുമ്പോൾ അതാണ് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. ആരാണ് ഇവിടെ സംസമിന്റെ നേരത്തെ പ്രാർത്ഥിച്ചതെന്നറിയോ? നിങ്ങൾ ഈ മനുഷ്യനെ ചിന്തിക്കണം. ആരാണ് മശ്ശറയിലെ ദാഹം തീരാൻ വേണ്ടി സംസം കുടിച്ചതാരാ? ആരാണെന്നറിയോ? ആ മനുഷ്യനെ കണ്ടാൽ ആദരിക്കാത്ത മലക്കില്ലാന മുഹമ്മദ് നബി.
അങ്ങനെയല്ലേ പറഞ്ഞു. ഉമറിനെ ബഹുമാനിക്കാത്ത ഒരു മലക്കും ആകാശത്തില്ലാന്ന് മുഹമ്മദ് നബി. ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ്? ആ മനുഷ്യൻ സംസം കുടിച്ചു. എന്തിനു വേണ്ടി? അന്ത്യനാളിൽ എനിക്ക് ദാഹിക്കരുതെന്ന് നിയ്യത്ത് ചെയ്തിട്ട് മഹാനായ സയ്യിദുനാ ഉമർ, ഉമറിന്റെ നാവുമ്മലാണ് സത്യം അല്ലാഹു വെച്ചിട്ടുള്ളതാണ് ഹബീബായ നബി. അങ്ങനെയല്ലേ ഏത് കാര്യത്തിന്റെയും സത്യം നടത്തിയതാരാ? ഖുർആൻ. ഇത് ഖുർആൻ ക്ലാസ് ആണല്ലോ. ഖുർആൻ മുസഹഫിലാക്കാൻ കാരണം ആരാ? ഉമർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖിനോട് പോയിട്ട് യുദ്ധം നടക്കായിരുന്നു. ശത്രുക്കളുമായി യുദ്ധം നടക്കുമ്പോൾ 700 ആളുകൾ ഒരു യുദ്ധത്തിൽ മരിച്ചു. ഖുർആൻ മനപ്പാടുള്ളവർ മരിച്ചപ്പോൾ ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് നേരെ ചെന്ന് വന്ന ഖലീഫയാണ് ആര്? സിദ്ദീഖ്. അലൈക അൻ തുഅ്മുറ ബിജംഇൽ ഖുർആൻ, ഇനി ഖുർആൻ പുസ്തകത്തിലാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ദീഖ് പറഞ്ഞില്ല, വകൈഫ നഫഅലുഹു വലം യഫഅൽഹു റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്ത ഞാൻ ചെയ്യില്ല. ഇല്ല 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 എന്നാണ്. ഇല്ല, അങ്ങനെ പറഞ്ഞിരിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്നും ഇരിക്കരുത്. വല്ലാഹി ഹദാ ഖൈർ, ചെയ്താൽ അത് നല്ല കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഖൈർ നോക്കി ചെയ്യാം. ഉണ്ടല്ലേ ചെയ്യെന്ന് പറഞ്ഞു. ആരോട്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇല്ല ഇല്ല എന്നാണ്. തർക്കിച്ചു. തോറ്റു. ആര് തോറ്റു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തോറ്റു. സിദ്ദീഖ് തോറ്റു. നിങ്ങൾ വിചാരിച്ച വലിയ മഹാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് മഹാനെങ്കിലും തോറ്റു. ആര്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തോറ്റിട്ടില്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ മുസാഫ് ഉണ്ടാവും. എന്ത് മനുഷ്യന്മാരാണ്. പിന്നെയും ഉമർ ഇബ്നുൽ ഖത്താബ് തോറ്റു എന്നാണല്ലോ പറയുന്നത്. സിദ്ദീഖല്ലേ തോറ്റത്? സിദ്ദീഖ് തോറ്റിട്ടല്ലേ മുസാഫ് ഉണ്ടായത്? സിദ്ദീഖ് തോറ്റു കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോലത്തെ ആളല്ലല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തോറ്റപ്പോൾ വേഗം പറഞ്ഞു തോറ്റത്. നമ്മൾ പിന്നെ കാലം വരെ തോറ്റിട്ടില്ല. അങ്ങനത്തെ ഒരു സുഖം ഏതാണ്ട് നമുക്കുണ്ട്. കാലം വരെ നമ്മൾ ഇന്നിപ്പോൾ നടക്കണ കാര്യം ആരും ഇന്നത്തെ കാലത്ത് തോൽക്കാറില്ല. ഒരാളും തോൽക്കില്ല. എല്ലാവരും അത് തോൽക്കാത്ത കാലമാണ്. അല്ലാഹു ശറഹ സദ്രി, സ്വഹീഹുൽ ബുഖാരി വല്ലാഹു ശറഹ സദ്രി ലിമാ ശറഹ സദ്റ ഉമറ. ഉമറിന്റെ മനസ്സിന് അല്ലാഹു നൽകിയ വെളിച്ചം എൻ്റെ മനസ്സിന് അല്ലാഹു നൽകി. ഉമർ ഇബ്നുൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ തോറ്റു. ജയിച്ചതാരാണ്? ഉമറാണ്. ഉടനെ ഖുർആൻ മുസഹഫിലാക്കാൻ കൽപ്പന കൊടുത്തു. അങ്ങനെയാ. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ആ മനുഷ്യനാണ് അന്ത്യനാളിലെ ദാഹമുണ്ടാകരുതേ എന്ന് നിയ്യത്ത് ചെയ്ത് സംസം വെള്ളം കുടിച്ചു. ഖുർആൻ കൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതാവാരാ? ഓർക്കട് പറയൂ. ലോകം കണ്ട ഖുർആൻ വ്യാഖ്യാതാവ് മുഹമ്മദ് നബി കഴിഞ്ഞാൽ ലോകം സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം കണ്ട ഖുർആൻ വ്യാഖ്യാതാവാരാ? ഇബ്നു അബ്ബാസ് മകൻ ഇബ്നു അബ്ബാസ്. അദ്ദേഹമാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതാവ്. യൂറോപ്പിൽ ഇസ്ലാം വ്യാപിക്കാൻ കാരണം മൗസിൽ മുസ്ലിമീങ്ങൾ പിടിച്ചടക്കിയപ്പോൾ സൂറത്തുൻ നൂർ വ്യാഖ്യാനിച്ചു. ആര്? എൻ്റെ റബ്ബേ, എനിക്കത് പറഞ്ഞാൽ തീരൂല. ഒഴുകല്ലായിരുന്നു ജനങ്ങൾ. മൗസിൽ മുസ്ലിമീങ്ങൾ പിടിച്ചടക്കിയപ്പോൾ മൗസിലിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ ക്ലാസ് ആണ് യൂറോപ്പിലേക്ക് മുഴുവൻ ഇസ്ലാമിനെ എത്തിച്ചതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഖുർആൻ അങ്ങനെ ഒഴുകി ജനങ്ങൾ അതിലേക്ക് പാറ്റ പോലെ വീണു. ജനങ്ങൾ അങ്ങോട്ട് വീണുപോയി. യൂറോപ്പ് മുഴുവനും ഇസ്ലാം വ്യാപിപ്പിച്ചത് ഖുർആൻ ക്ലാസ് ആണ്. ആരുടെ? ഇബ്നു അബ്ബാസ്. എന്തിനെ വെള്ളം കുടിച്ച് നോക്ക്. ഇബ്നു അബ്ബാസിന് ഖാല ഇദാ ശരിബ മാ സംസം വെള്ളം കുടിക്കുമ്പോഴെല്ലാം യഖൂലു ഇങ്ങനെ പറയുമായിരുന്നു. അദ്ദേഹത്തിന്റെ നിയ്യത്ത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വറിസ്ഖൻ വാസിയ വശിഫാഅൻ മിൻ കുല്ലി ദാ. അംഗീകരിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ സംസം കുടിക്കുമ്പോൾ ഇതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക